അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് യൂട്യൂബ് ചാനൽ വഴി ഈ സന്ദേശം കേൾക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എവിടെയും പ്രാർത്ഥന ഇന്ന് പകൽക്കാലം ചോദിക്കുകയാണ്. ആമേൻ. നമുക്കിന്ന് പകൽക്കാലം ഒരുമിച്ച് നമുക്ക് ചിന്തിക്കാം. 139 സങ്കീർത്തനം 139 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യം, അതിൻ്റെ 14 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. 139 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. അതിന് ആദ്യത്തെ ലൈന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവെഴുത്താണ് നമ്മൾ വായിച്ച് കേട്ടത്. സ്തോത്രം. ഈ 14 വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദാവീദിൻ്റെ സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. അപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ പറയുന്നൊരു വാക്ക് കേട്ടോ. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഭയങ്കരമായി. 15 വാക്യം പറയുന്നു, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോർഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു തലമുറ ഒരു മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ അവർ പോലും അറിയത്തില്ല. ചിലപ്പോൾ 4 മാസം 5 മാസം ഒക്കെ കഴിയുമ്പോഴാണ് ചില സഹോദരിമാർ അറിയുന്നത് തലമുറ അകത്ത് ഉരുവായി 5 മാസം പ്രായമായെന്ന്. നോക്കൂ, അത്ര ഭയങ്കരമായി ദൈവം ഒരു തലമുറയെ ഉദരത്തിൽ സൃഷ്ടിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ചിലപ്പോൾ അവർ നേരത്തെ അല്ലെങ്കിൽ 2 മാസത്തിലൊക്കെ അവർ അറിയുകയാണെങ്കിൽ ഈ തലമുറ ചിലപ്പോൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, വളരെ ചാൻസ് ഉണ്ട്. ആമേൻ. എനിക്കറിയാം, ഒരു അഭിഷക്തൻ വിളിച്ചു പറഞ്ഞത്, എൻ്റെ വൈഫിൻ്റെ ഉദരത്തിൽ 5 മാസം പ്രായമുള്ള 2 തലമുറകൾ. ഞാൻ അതിശയിച്ചു പോയി. സ്തോത്രം. ഒരു കാര്യം പറയട്ടെ, വചനം പറയുന്നു ഞാൻ രഹസ്യത്തിൽ, കണ്ടോ, അപ്പൊ ദൈവം രഹസ്യത്തിലാണ് ഒരു തലമുറയെ ഉദരത്തിൽ ഉരുവാക്കിയിരിക്കുന്നത്. അതാ ഇവിടെ ഭയങ്കരവും അതിശയവുമായി. പ്രൈസ് ദി ലോർഡ്. ഭയങ്കരമായ ദൈവം സൃഷ്ടിക്കുന്നത് ഒരു തലമുറയെ അകത്ത്, ഒരു ഉദരത്തിനകത്ത് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൂതുകൾ, ദൈവ പൈതലേ, ദൈവം നിന്നെ രഹസ്യത്തിലാണ് ഉണ്ടാക്കിയത്. സ്തോത്രം. രഹസ്യത്തിൽ, ആരും അറിയാതെ. ആമേൻ. ആ ഉണ്ടാക്കപ്പെടുമ്പോൾ അത് ഏത് ഉദരത്തിലാണോ അത് ഉണ്ടാക്കുന്നത്, ആ ഉദരം പോലും അറിയുന്നില്ല. സ്തോത്രം. ആ വ്യക്തി പോലും അറിയുന്നില്ല. സ്തോത്രം. അല്ലേ? ആമേൻ. ആ വ്യക്തി പോലും അറിയുന്നില്ല. ദൈവം അതിനകത്ത് സൃഷ്ടിക്കപ്പെടുത്തുന്നത്, ഒരു സൃഷ്ടിപ്പ് നടക്കുക അതിനകത്ത്. ആ വ്യക്തി പോലും അറിയുന്നില്ല. ചിലപ്പോൾ ആ വ്യക്തി യാത്രയിലായിരിക്കാം, ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം, ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കാം. ആമേൻ. നോക്കൂ, ഒരു ശില്പിക്ക് ഇത്ര ദിവസം, ഇത്ര മണിക്കൂർ, ഇത്ര നാഴിക വേണമെന്ന് ആ ശില്പിക്കറിയാം. ആമേൻ. അപ്പോ ശില്പമുണ്ടാക്കുന്ന ശില്പി, ശില്പം ഉണ്ടാക്കപ്പെടേണ്ട സ്ഥലം അതൊരിക്കലും, ആമേൻ, ഒരു വ്യക്തിക്ക് പോലും അറിയപ്പെടില്ല. അത്ര ശക്തമായാണ് രഹസ്യത്തിൽ ദൈവം സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാട്ടോ. സ്തോത്രം. കർത്താവിൻ്റെ വലിയ മഹത്വം കണ്ടോ. രഹസ്യത്തിൽ, ആരും അറിയാതെ. ഇന്ന് പകലിൽ ആരൊക്കെയോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉദരത്തിൽ നിങ്ങളുടെ തലമുറ 2 മാസം കഴിഞ്ഞ് നിങ്ങൾ അറിഞ്ഞത്,
3 മാസം കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞത് അല്ലേ? അതേ ദൈവദാസനെ, ഞാൻ അറിഞ്ഞത് 3 മാസം കഴിഞ്ഞ. പലരും ഹൃദയത്തിൽ പറയുക, ഞാൻ അറിഞ്ഞത് 4 മാസം കഴിഞ്ഞ, ഞാൻ അറിഞ്ഞത് 2 മാസം കഴിഞ്ഞ. സ്തോത്രം. അപ്പോൾ അത്ര ക്ലിയർ ആയിട്ട് ഒരു മനുഷ്യ നിർമ്മിതം അതിനകത്ത് വരിക, ഒരു മനുഷ്യ സൃഷ്ടിക്കുക. കൈ വയ്ക്കേണ്ട ഭാഗത്ത് കൈ, കാൽ വരേണ്ട ഭാഗത്ത് കാല്. ആമേൻ. അവയവങ്ങളെല്ലാം ആമേൻ അതാത് സ്ഥലത്ത് വച്ച് കൃത്യമായി, കൃത്യനിഷ്ഠയോടെ, കൃത്യസമയത്ത് ആമേൻ ആ തലമുറയെ ഉളവാക്കിയ ദൈവം എത്ര ഭയങ്കരമല്ലേ? ഇപ്പം നമ്മുടെ ദൈവം മഹാനല്ലേ? എല്ലാ വ്യക്തികളെക്കാളും മഹാനായ ദൈവം. യെസ്, ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ അത്ഭുതം ചെയ്യട്ടെ. കണ്ടോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ദാവീദ് ഇവിടെ പറയുക, ഞാൻ രഹസ്യത്തിൽ, യെസ്, ഞാനും നിങ്ങളും എല്ലാം രഹസ്യത്തിലാണ്. പരസ്യമായപ്പോഴാ 3 മാസം കഴിഞ്ഞപ്പോൾ ചിലർ പരസ്യമായി, ചിലർ 4 മാസം കഴിഞ്ഞപ്പോൾ പരസ്യമായി അകത്ത് കുഞ്ഞുണ്ടെന്ന്, ചിലർ 5 മാസം കഴിഞ്ഞപ്പോൾ പരസ്യമായി. ആമേൻ. അപ്പൊ പിന്നീടാണ് പരസ്യമാകുന്നത്. ഹല്ലേലൂയ. പിന്നെ സന്തോഷത്തിൻ്റെ കണ്ണീരുണ്ടാകും. ആമേൻ. പിന്നെ ആനന്ദങ്ങളുണ്ടാകും. പിന്നെ പാട്ടുകളായി, പ്രാർത്ഥനയായി, വിരുന്നായി, അല്ലേ? പിന്നെ നല്ല നല്ല ഫുഡുകൾ കൊടുക്കുക. അപ്പം ഞാൻ ചോദിക്കട്ടെ, അതുവരെ ഈ 4 മാസം വരെ അറിയാതിരുന്നപ്പോൾ സാധാ ഫുഡല്ലേ കഴിച്ചത് മാതാവ്? എന്നാൽ 5-ാമത്തെ മാസം മുതൽ പിന്നെ നല്ല നല്ല ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഡോക്ടറെ ചോദിക്കട്ടെ, ഈ ഡോക്ടറെ കാണും മുമ്പ് ഈ കുഞ്ഞ് സേഫ്റ്റിയായി വളർന്നില്ലേ? ഉറപ്പായിട്ടും ദൈവമായിരുന്നു കാവൽ. കർത്താവ് അതിന് വേണ്ടിയതെല്ലാം നൽകി. സ്തോത്രം. വേണ്ടിയതെല്ലാം നൽകി. ഞാൻ ചോദിക്കട്ടെ, ഹോസ്പിറ്റലുകളൊക്കെ വരും മുമ്പേ, ഹോസ്പിറ്റലുകളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുൻപേ മനുഷ്യൻ ജനിച്ചില്ലേ? ഉണ്ട്. അന്നും ആമേൻ സ്തോത്രം വൈദ്യന്മാരുണ്ടായിരുന്നു. ആമേൻ. ആ പ്രസവത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ചില മാതാക്കന്മാരുണ്ടായിരുന്നു. അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, സ്വർഗം നമ്മുടെ നടുവിൽ വലിയ കാര്യങ്ങൾ ഇനിയും ചെയ്യുമെന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്തേ. സ്തോത്രം. ഒരു രഹസ്യത്തിൽ ഉളവാക്കപ്പെടുന്ന ഒരു വ്യക്തി, രഹസ്യത്തിൽ ഉളവാക്കപ്പെടുന്ന ഒരു ആമേൻ അഭിഷത്ത. നോക്കൂ, ഇവിടെ 72-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 18-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, 78-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാമത്തെ വേദാംശത്തിലേക്ക് വരുമ്പോൾ, താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിൻ്റെ ദൈവമായി യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോക്കൂ, അത്ഭുതങ്ങൾ മാത്രം, അത്ഭുതങ്ങളെ ചെയ്യുന്നവനായ താൻ മാത്രം അത്ഭുതങ്ങൾ. കണ്ടോ? വേറെ ആരെക്കൊണ്ടും ചെയ്യാൻ കഴിയില്ല. ഇനി എന്തെല്ലാം ടെക്നോളജികൾ ഈ ഭൂമിയിൽ മനുഷ്യനിർമ്മിതമായി വന്നാലും, സ്തോത്രം, മനുഷ്യൻ്റെ ആയുസ്സിനെ നീട്ടുവാൻ വേണ്ടി ഒരു മനുഷ്യനും കഴിയത്തില്ല. ഉറപ്പായിട്ടും ഒരു മനുഷ്യൻ ആയുസ്സിനെ കുറയ്ക്കാനും കഴിയത്തില്ല. ആമേൻ. ദൈവത്തിൻ്റെ ആ സമയത്തെ കാര്യങ്ങൾ നടക്കൂ. ഇവിടെ താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിൻ്റെ ദൈവമായി യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്പൊ ദൈവത്തിൻ്റെ മഹത്വം ഈ ദിവസങ്ങളിൽ ദൈവകുഞ്ഞെ ജീവിതങ്ങളിൽ ഒറ്റപ്പെടലുകളും വേദനകളും കടന്നു വരുമ്പോഴാ നമ്മളൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നത്, അല്ലേ? ഒത്തിരി ഒറ്റപ്പെടലുകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാം. പക്ഷെ അവിടെ എല്ലാം ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടണമെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവജനം പ്രാർത്ഥിച്ചേ മതിയാകൂ. ദൈവശബ്ദം കേൾക്കുന്ന ദൈവകുഞ്ഞ് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വമേറിയ പ്രവൃത്തിക്കായി
കാത്തിരിക്കണം. കാരണം മെനഞ്ഞവൻ ദൈവമാണ്. നമുക്ക് ആവശ്യമായ തരാൻ ദൈവത്തിന് കഴിയും. ആമേൻ. 5 മാസം ഉദരത്തിൽ കിടന്ന് മാതാവ് അറിഞ്ഞില്ല, പിതാവ് അറിഞ്ഞില്ല. പിന്നത്തേതിലാണ് പ്രശ്നങ്ങളായി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അറിഞ്ഞത് അകത്ത് ഒരുത്തനല്ല 2 കിടപ്പുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. 2 പേര് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോഴവരറിഞ്ഞത് രഹസ്യത്തിലല്ലേ ദൈവം നമ്മെ ഒഴിവാക്കിയത്. രഹസ്യത്തിൽ പരിശുദ്ധാത്മാവ് അങ്ങനെയാ, എല്ലാം ചന്തമായി ചെയ്യും. ദൈവ പൈതലേ, ദൈവം നിന്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ കർത്താവിന് ഇന്ന് പകൽക്കാലം കഴിയും. ദൈവം ചെയ്യും. നോക്കൂ, 63-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, സങ്കീർത്തനം 63-ാമത്തെ അധ്യായം, അതിന് 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവിടെ സ്തോത്രം, ഒരു ദൂത് ദാവീദ് വിളിച്ചു പറയുക. എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ഭൂമിയുടെ അധോർഭാവങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. കണ്ടോ, അഭിഷത്തിന് നേരെ, അഭിഷത്തേക്ക് നേരെ, പിതാവിന് നേരെ, മാതാവിന് നേരെ, കുഞ്ഞിന് നേരെ, ആത്മീക ഭൗതിക മണ്ഡലത്തിന് നേരെ ഇനി ആരെല്ലാം എന്തെല്ലാം കുതന്ത്രങ്ങൾ ഉരുവാക്കിയാലും സ്വർഗം പറയുന്നു, അവൻ ഈ ഭൂമിയുടെ അന്തർഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും. ദൈവം അവനെ എത്തിക്കും. ആമേൻ. മേൽക്കുമേൽ ഉയർച്ച പ്രാപിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന സകല കാര്യത്തിലും ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവപൈതലേ, അധ്വാനിക്കുന്നവൻ കൂലിക്ക് യോഗ്യൻ, വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ. ആമേൻ. എന്ത് ജോലി ചെയ്താലും കൂലിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്ത് ജോലി ചെയ്താലും, ഏത് ജോലിക്കും അതിൻ്റെതായ കൂലിയുണ്ട്. ആമേൻ. ഓരോ ജോലിക്കും ഓരോ ശമ്പളമാണ്. ആമേൻ. സ്തോത്രം. ഒരു മന്ത്രിക്കുള്ള ശമ്പളമല്ല ഒരു പോലീസുകാരനുള്ളത്. ഒരു പോലീസുകാരൻ്റെ ശമ്പളമല്ല ഒരു DGPക്കുള്ളത്. ഒരു DGPയുടെ ശമ്പളമല്ല കമ്മീഷണർക്കുള്ളത്. ആമേൻ. സ്തോത്രം. നോക്കൂ, അപ്പോൾ ഓരോ ജോലിക്കും ഓരോ ശമ്പളമാണ്. ആമേൻ. ആ ശമ്പളമല്ല ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന്. എല്ലാ തലത്തിലും വ്യത്യാസമാക്കി ഓരോ ജോലിക്കും ഓരോ ശമ്പളമാക്കിയ ദൈവം ഇന്ന് പകൽക്കാലം പറയുന്നു, എല്ലാത്തിനേക്കാൾ മേൽത്തരമായ ഒരു കൂലി ദൈവത്തിൻ്റെ വേലയാണ്. ഈ കർത്താവിൻ്റെ മുൻപിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചാൽ ഉറപ്പായിട്ടും പറയാം, കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. ദൈവകുഞ്ഞെ, ദൈവത്തിന് ഇന്ന് പകൽക്കാലം അസാധ്യമായതൊന്നുമില്ല. ദൈവം ശക്തമായ ചില കാര്യങ്ങൾ ചെയ്യും, ഉറപ്പായിട്ടും. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കുന്ന ദൈവകുഞ്ഞിന് വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യുമെന്നുള്ള കാര്യം തർക്കമില്ല. കർത്താവ് അത് ചെയ്യും. അതാ ഇവിടെ നമ്മൾ വായിച്ചില്ലേ, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോർഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും. കണ്ടോ, എവിടെയാണ്? ഭൂമിയുടെ അധോർഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും. എവിടെയോ നിർമ്മിച്ചു കളഞ്ഞു, എവിടെയോ ആരും കാണാതെ നിന്നെ നിർമ്മിച്ച് ദൈവം നിർത്തിയത് ദൈവത്തിന് മഹാകരുണയാ. കേട്ടോ, ആ ദൈവത്തിന് നന്ദി കാണിക്കണം. കേട്ടോ, പരിശുദ്ധാത്മാവിന് നന്ദി കാണിക്കുന്ന എത്ര പേരുണ്ട്? ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്നു കൊണ്ട് കരങ്ങളെ ഉയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. നന്ദിയുള്ളവരായിരിക്കണം. കേട്ടോ, മനുഷ്യനോടല്ല, പിന്നെ ആരാ? രഹസ്യത്തിൽ നിർമ്മിച്ച ഒരു ദൈവം നമ്മുടെ മുൻപിലുണ്ട്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദിയുള്ളവരായിരിക്കണം. സ്തോത്രം. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഇന്ന് പകലിൽ ഇവിടെ നമ്മൾ വായിച്ചത്, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ പ്രവർത്തികൾ അത്യത്ഭുതകരമാവുന്നു. അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. കർത്താവെ, അടിയരീ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ യാത്രകളിൽ കൂടെ ഇരിക്കണമേ. ശുശ്രൂഷകളിൽ കൂടെ ഇരിക്കണമേ. ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമേ. ഒരു വലിയ ആത്മനിയോഗം ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുപ്പാൻ വലിയവനായ ദൈവം സഹായിക്കണം. അങ്ങയുടെ വലിയ കൃപ കൊണ്ട് പൊതിയണമേ അപ്പ. രക്തക്കോട്ടയിൽ പൊതിയണം. ആമേൻ. സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.